ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ മുടിയൊക്കെ മുറിച്ച് കുട്ടപ്പനായിട്ടുണ്ട്. ഫുൾ മുടിയൊക്കെ ഫുള്ള് വെട്ടിക്കളഞ്ഞ ഗൈസ്. ഓക്കെ, ഹിയർ വി ഗോ. ഓപ്പോണൻ്റ് കിട്ടിയിട്ടുണ്ട്. ഓപ്പോണൻ്റ് ആരാ നോക്കട്ടെ. ഹിയർ വി ഗോ. ഓക്കെ, ഓപ്പോണൻ്റ് 4 ലാക്കാ, അത് 14 ലാക്കാ. ഓക്കെ, 1,40,000 അങ്ങനെ എന്തോ ആണ്. നമ്മൾ ഈ കളി ജയിച്ചാൽ 1900 റാങ്കിങ് അടിക്കുന്നതായിരിക്കും ഗൈസ്. എംബാപ്പേനെ ഇട്ടിട്ടുണ്ട്. പിന്നെ യോ മോനെ, എടാ 514 സീനാലോ. സ്നൈഡർ അവിടെ മെസ്സിനെ ഇടട്ടെ. ഹിയർ വി ഗോ ഗൈസ്. ഓക്കെ, ഹിയർ വി ഗോ. നമ്മളെ കളി തുടങ്ങിയിട്ടുണ്ട്. മാർക്കിന്യോസ് ആൻഡ് സോൺ ഹ്യൂമിൻ. നമ്മളിത് എന്തായാലും ജയിക്കണം. 1900 അടിക്കണം. ഈ ഒരു ഫേസിലെ ഹയസ്റ്റ് റാങ്ക് ചിലപ്പോൾ ഇതായിരിക്കും ഗൈസ്. നോക്കാം. എംബാപ്പെ ലൗട്ടേറോ, ബാക്ക് ടു എംബാപ്പെ. ശേ മെസ്സി, സ്നൈഡർ, ലെറ്റ്സ് ഗോ. ഇല്ല, പോയി. ഹെർണാണ്ടസ്. ഓക്കെ, റാഫേലിയോ. കിട്ടി. ലെറ്റ്സ് ഗോ. മെസ്സി, എംബാപ്പെ, ബാക്ക് ടു എംബാപ്പെ. ലെറ്റ്സ് ഗോ. എംബാപ്പെ ലെറ്റ്സ് ഗോ. യെസ്. പിന്നല്ല, അത് കിട്ടില്ല, ഫിനിഷാക്കി. ഇവനൊക്കെ അയച്ചിട്ടേ ഉള്ളൂ കേട്ടോ പ്ലേയേഴ്സൊക്കെ എൻ്റെ കയ്യിൽ. എൻ്റെ ട്രെയിനിങ് പ്രോഗ്രഷൻ പോയിൻറ്റ്സ് ഭയങ്കര മിസ്റ്റേക്കായോ എന്നൊരു ഡൗട്ടുണ്ട്. ഇപ്പം ആയിട്ട് ആരും കളിക്കുന്നില്ല, സത്യം പറയല്ലോ. ഭയങ്കര ഒരു ബാക്കിയുള്ള എല്ലാവരും സ്ട്രീമിലൊക്കെ കാണുമ്പോൾ നല്ല കളി കളിക്കുന്ന ലെസ്സൊന്നും എൻ്റെ കളിക്കാത്ത പോലെ, പ്രത്യേകിച്ച് റുമ്മിയൊക്കെ. ലെവൻഡോസ്കി. ഓക്കെ, സോൺ എടുക്കടാ. കോസ്റ്റാക്കുർത്ത, ബ്രൂണോ, റാഫേലിയോ. ഡാ. ഓക്കെ, ഹിയർ വി ഗോ. അയ്യോ, പണിട്ടി. കോസ്റ്റാക്കുർത്ത, സീനാലോ ഗൈസ്. സ്നൈഡർ, എംബാപ്പെ, പാസ് ആൻഡ് മൂവ്. എവിടാ? ഓക്കെ, റാഫേലിയോ അടിച്ചിട്ട്. പിന്നെ അല്ല, മെസ്സിയുടെ ഡിഫെൻസ് ആണ് ഇവൻ. മെസ്സി തന്നെയല്ലേ അതെടുത്ത്. അർണോൾഡ്. ഓക്കെ, റോഡ്രി. ലെറ്റ്സ് ഗോ. സ്നൈഡർ ആൻഡ് ടു സ്നൈഡർ. ലെറ്റ്സ് ഗോ ബൈ. സോൺ ഹ്യൂങ്മിൻ. ടേൺ. ഇറ്റ്സ് സോൺ ഹ്യൂങ്മിൻ. സോൺ. എടാ, അതെവിടെ അടിച്ച് കയറ്റി കണ്ടായിരുന്നാ? ഷേ, ഏതാ അവൻ്റെ ഗോളി? ഏതാ ഷോട്ട്? ബ്ലിറ്റ്സ് ഗൈസ്, പേ ടു വിൻ ബ്ലിറ്റ്സ്. സ്നൈഡർ. ഓക്കെ, എംബാപ്പെ. പോയി 2-3 ബോളൊക്കെ ഇട്ടിട്ട് ഒരു സേഫാവുമായിരുന്നു ഗൈസ്. പിന്നെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഒരു മിനിറ്റ്. ഓക്കെ, എടാ പറയാൻ വന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കണ്ടൻസൊക്കെ കമൻറ്റ് ചെയ്ത് പറ ഗൈസ്. നമുക്ക് കുറച്ച് കണ്ടൻസൊക്കെ ഉണ്ടാക്കാമല്ലോ. നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറ, അതേപോലെ ചെയ്യാൻ നോക്കാം. നല്ല കമൻസൊക്കെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. വീഡിയോ കാണുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യുക, എങ്ങനെ കണ്ടൻറ്റൊക്കെ എങ്ങനത്തെയാണ് വേണ്ടതെന്നുള്ള പറഞ്ഞിട്ട് ഞാൻ അതേപോലെ ചെയ്യാൻ നോക്കാം. അപ്പോൾ കുറച്ചും കൂടി റീച്ചും ആവും, കണ്ടൻറ്റും ആവും. ഓ, ലെവൻഡോസ്കി. പണിയല്ലേട്ടാ. മെസ്സി, ലെറ്റ്സ് ഗോ. സ്നൈഡർ, ബാക്ക് ടു മെസ്സി. നൈസ് റൺ. സോൺ ഹ്യൂങ്മിൻ. ടേണിൽ. ലെറ്റ്സ് ഗോ മെസ്സി. പാസ് ആൻഡ് മൂവ് നടന്നില്ല. ഓക്കെ, അർണോൾഡ് എടുത്തിട്ടുണ്ട്. ടെർ സ്റ്റെഗൻ, ആനിസ് റോബർട്ട്സൺ. എന്ത് വാങ്ങടാ, അടിച്ച് കയറ്റ് ഗോളൊക്കെ. മാൽഡിനി, സോൺ ഹ്യൂങ്മിൻ. ലെറ്റ്സ് ഗോ. സ്നൈഡർ. എടുക്കടാ. ഹോൾ പ്ലെയർ ആണ് അത്ര, ഒരു ത്രൂ ഇട്ടിട്ട് അവിടെ എത്തുന്നില്ല. ഓക്കെ, എന്തായാലും ഹാഫ് ടൈമാണ് ഗൈസ്. നമുക്കിത് റാങ്കൂഷ് നിർത്താൻ തോന്നുന്നു. റാങ്കൂഷൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമില്ല, കാരണം ഞാൻ കുറേ കളി പൊട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ സ്ട്രീക്കിൽ എങ്ങനെയോ വരുന്നുണ്ട്, എനിക്കറിയില്ല ഇനി എന്താ അവസ്ഥ എന്ന്. പക്ഷെ ഞാൻ ഇതിനു മുമ്പ് കുറേ കളി പൊട്ടും. ഒരു ടൈം ആകുമ്പോൾ ഞാൻ പൊട്ടിത്തുടങ്ങും ഗൈസ്. പിന്നെ എനിക്ക് നല്ല മൂഡ് പോകും. സത്യം പറഞ്ഞാൽ റാങ്കൂഷ് നല്ല മൂഡ് പോകും. എനിക്ക് ഭയങ്കര ഇമോഷണലി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് റാങ്കൂഷൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും കണ്ടൻസൊക്കെ തുടങ്ങണമെന്നുണ്ട്. എടാ ബ്രൂണോ. ഞാൻ ഇത് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അല്ലാണ്ട് കളിക്കുമ്പം ഭയങ്കര ഒരു മാതിരി പ്രാന്തം പിടിച്ച പോലെയാണ് ഉണ്ടാവുക. ഞാൻ സത്യം പറയല്ലോ, നല്ലോണം അഡിക്റ്റായ പോലെയാണ്. പണ്ടത്തെ ആ ഒരു കളി കിട്ടാത്തതിൻ്റെ ആ ഒരു വിഷമെല്ലാം വരുമ്പോൾ ഇപ്പം എന്തെങ്കിലും പറഞ്ഞിട്ടൊക്കെ ഇരിക്കാം. ലൈവ് ആകുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും.
കുറച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടൊക്കെ ഇരിക്കുക, പക്ഷെ ലൈവ് വരാനുള്ള സെറ്റപ്പ് ഇല്ല, അതാണ്. ഓക്കെ കോസ്റ്റ വെക്കുമ്പോൾ നൈസ് ഫെലിയോ. ഓക്കെ റോഡ്രി, സ്നൈഡർ ആൻഡ് സോൺ ഹ്യൂമിൻ. സ്നൈഡർ ലെറ്റ്സ് ഗോ. ലൗട്ടാരോ, മെസ്സി, എംബാപ്പെ ബാക്ക് ടു മെസ്സി. ലെറ്റ്സ് ഗോ. ആടാരാ? ഏയ്ഷ് അർണോൾഡ്. പെട്ടെന്ന് ഞാൻ വെച്ച് ബെർഗോമിയാന്ന്. റെക്കോർഡ് ആകുന്നുണ്ടല്ലോ അല്ലേ? അലക്സാണ്ടർ അർണോൾഡ്. ഈഷ് ഭ്രാന്ത്. നെയ്മർ, റാഫിലിയോ. എടാ ചെക്കൻ നല്ല കളിക്കണ്ടല്ലോ ഗൈസ്. ഇത് ഒരു ഗോളൂടെ എങ്ങനെയും അടിക്കണല്ലേ, പണി കിട്ടും. സ്നൈഡർ, എംബാപ്പെ, ലൗട്ടാരോ. ലെറ്റ്സ് ഗോ. എംബാപ്പെ. ഐഷ് സച്ചക്കൻ്റെ കളിയൊക്കെ ഗൈസ്. വെറും ഒരു ഹൈലൈറ്റ് എന്താ പറയുക, സ്റ്റാൻഡേർഡ് കാർഡല്ലല്ലോ, ഫീച്ചേർഡ് കാർഡാണ്. അതിനെന്ത് പറയുക ഇതിൽ, മറന്നുപോയി. ട്രെൻഡിങ് കാർഡാ. ഓക്കെ, പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ജസ്റ്റ് ഒരു പ്ലെയർ ഓഫ് ദി വീക്ക് കാർഡാണ്. ആ കാർഡ് എന്ത് കളി കളിക്കുന്ന നോക്കിയാൽ. ലെറ്റ്സ് ഗോ ലൗട്ടാരോ. എംബാപ്പെ ഫിനിഷ്. ഇറ്റ്സ് കിലിയൻ എംബാപ്പെ ഗൈസ്. കിലിയൻ മർഫി, എൻ്റെ മോനെ. അപ്പം നമ്മൾ 1900 റേറ്റിംഗ് അടിക്കാൻ പോകണം ഗൈസ്. പോസ് ചെയ്തിട്ടുണ്ട് പുള്ളി, അല്ല ഞാനല്ലേ. ഹെർവിഗോ. റുമേനിയ ഇടാം, എംബാപ്പെ, കേസേന ഇടാം. ഇതേപോലെ തിയാഗോ ആൻഡ് ബാരിയോസ്. ലെറ്റ്സ് ഗോ. അങ്ങനെ പോയാൽ പോരെ. ഒരാളെയും കൂടി മാറ്റാലോ. മർഡോണ ആണോ? ഓക്കെ, എന്തായാലും മർഡോണേനെ ഇട്ട് കളയാം. കുഴപ്പമില്ല, നോക്കാം. ടെസ്റ്റിങ് 2-0 അല്ലേ, എക്സ്പെരിമെൻറ്റ് ഗൈസ്. ഇനി അങ്ങോട്ട് നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ ഞാൻ ഈ വീഡിയോ എടുക്കാണ്ടിരിക്കുമ്പോൾ കളിക്കുമ്പോൾ ഭയങ്കര സീനാണ്. എന്താ പറയുക, പൊട്ടുമ്പോൾ ഒക്കെ ഭയങ്കര ഫീലാവും. അപ്പം കുഞ്ഞി പിള്ളേരെ പോലെ ഒച്ചപ്പാടാക്കും ഞാൻ. അതിന് നല്ലത് എന്തെങ്കിലും കണ്ടൻറ്റൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു എൻ്റർടൈൻമെൻ്റ് ആവും നിങ്ങൾക്കും എനിക്കും. സോ അങ്ങനെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറഞ്ഞു. നിങ്ങൾ ഓരോ ഐഡിയയും ഞാൻ ചെയ്യാൻ നോക്കാം. എല്ലാവരും കമൻറ്റ് ചെയ്തോ. ഓക്കെ, പറ്റുന്ന അത്രയും കമൻറ്റ് ചെയ്തിട്ടോ. ഞാൻ നോക്കാം എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ 500 ലൈക്സ് എത്തിക്കാൻ പറഞ്ഞായിരുന്നു. ഓക്കെ റൂമി, ലെറ്റ്സ് ഗോ റൂമി. സ്പീഡടാ. ഓക്കെ റൂമി. ഓഹോ, ഞാൻ വെച്ചാൽ സ്പീഡ് കുറവാന്ന്. ഇത് പിടിച്ചിട്ട് അല്ല, ഓടിയിട്ട് എത്തുന്നില്ല അപ്പുറത്തേക്ക്. ഭയങ്കര സ്ലോ പോലെ. 96 അങ്ങനെ ആക്സലറേഷൻ, 94 അങ്ങനെ എന്തോ സ്പീഡ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത്രേ വേണ്ടുള്ളൂ. പക്ഷേ ഇത് എന്താണ്, അതിൻ്റെ പകുതി പോലും കാണിക്കുന്നില്ല. റീസ്, റൊണാൾഡോ, ബെക്കംബോർ. ലെറ്റ്സ് ഗോ. 3-0 ലീഡിലാണ് ഐസ്. കളി എന്തായാലും നമ്മൾ കൊണ്ടുപോയി. റുമി ലെറ്റ്സ് ഗോ. സെയിം സിറ്റുവേഷൻ. ഇറ്റ്സ് റുമിനിക്. ചേടാ, എപ്പോഴും വെള്ളിയാഴ്ച ആവില്ലല്ലോ എന്ന് പറയുന്നതാണ് ഇപ്പോൾ കണ്ടത് ഗൈസ്. സെയിം സിറ്റുവേഷൻ. അയ്യോ റോണോ, ഗോൾ അടിക്കല്ലേ. ലെറ്റ്സ് ഗോ ബാരിയോസ്. സീന്. കളി നമ്മൾ ജയിച്ചു ഗൈസ്. യെസ്, 1900. ഹിയർ വി ഗോ. നമ്മൾ തന്നെയാണ് ഭയങ്കരമായിട്ട് ആധിപത്യം പുലർത്തി. ചെക്കനൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, പാവം. പോട്ടെ. എംബാപ്പെ തന്നെയാണ് മാൻ ഓഫ് ദ മാച്ച്. ഓക്കെ, 9+. അപ്പം 1906 ആയിട്ടുണ്ട് ഗെയ്സ്. അപ്പം നമ്മളെ ഹയസ്റ്റ് റേറ്റിംഗ് ഇതാണ് ഇപ്പോൾ. ആദ്യം 2050 അടിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. ഈ ഫുട്ബോൾ 22-ലോ 22 ആണെന്ന് തോന്നുന്നു. ഒരു ഇവൻറ്റിലാണ്, ഒരു മാച്ചിലാണ്, അതായത് ഒരു ടൂർണമെൻറ്റ് മാച്ചിലാണ് 2050 ടോപ്പിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ നല്ലോണം കളിക്കാറിയാം. ഇത് ഇപ്പോൾ എന്തോ ഭയങ്കര ഷോക്കാണ് സത്യം പറയാലോ.
അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്യാം കേട്ടോ. കമൻറ്റ് ചെയ്ത് പറയാം. നല്ല കണ്ടൻറ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയാം. നമുക്ക് അതേപോലെ ചെയ്യാൻ നോക്കാം. കോമഡിയൊക്കെ പറഞ്ഞ വൈസ് നമുക്ക് മാക്സിമം നോക്കാം. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ ഷോർട്സ് അല്ല, ഒരു ഫുൾ ഗെയിം പ്ലേ പറ്റുന്ന രീതിയിൽ പറഞ്ഞു കേട്ടോ. അതാകുമ്പോൾ കുറച്ചും കൂടി ഒരു രസം ഉണ്ടാവും. ഷോർട്സ് ആകുമ്പോൾ എഡിറ്റ് ചെയ്യാൻ കുറച്ച് പണിയാണ്. അതായത് എനിക്ക് മെനക്കെട്ട് ഇരിക്കാൻ ടൈമില്ല, അതാണ് പ്രശ്നം. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് നെക്സ്റ്റ് വീഡിയോ. ബൈ. ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.